ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഈ ചോദ്യം മനുഷ്യർ നൂറുകണക്കിന് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ ചോദ്യത്തിന് വളരെ ശക്തമായ ഒരു മറുപടി നൽകിയ വ്യക്തിയിൽ ഒരാളാണ് ഓസ്ട്രേലിയൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന വിക്ടർ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ്റെ ജീവിതം സാധാരണമായിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായി. അവിടെ അദ്ദേഹം നിരവധി കഷ്ടങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചു. തൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും ആ ക്യാമ്പുകളിൽ മരിക്കുകയും ചെയ്തു. നാം കേട്ടിട്ടുണ്ട്, അവിടെ മനുഷ്യർ അനുഭവിച്ച വേദനയും ദുരിതവും ലോകചരിത്രത്തിലെ ഏറ്റവും ഭീകര സംഭവങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ആ ഭീകരമായ സാഹചര്യത്തിനിടയിലും ഫ്രാങ്ക്ലിൻ ഒരു വലിയ സത്യം കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനിൽ നിന്നും എല്ലാം എടുത്തു കളയാം, പക്ഷെ ഒരു കാര്യം മാത്രം എടുത്തു കളയാൻ കഴിയില്ല. അത് ഒരു സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചിന്ത. ഫ്രാങ്ക്ലിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം സന്തോഷമല്ല, സമ്പത്തല്ല, വിജയവുമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ അദ്ദേഹം മനഃശാസ്ത്രത്തിൽ ലോഗോതെറാപ്പി എന്ന ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം തന്നെ തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് ഓരോ സാഹചര്യത്തിലും പുതിയ അർത്ഥങ്ങൾ തനിക്ക് കണ്ടെത്താൻ കഴിയുന്നുവെന്ന് ഫ്രാങ്ക്ലിൻ പറയുന്നു. ജീവിതത്തിലെ അർത്ഥം കണ്ടെത്തുവാൻ 3 വഴികളുണ്ട്. ആദ്യത്തെ വഴി, നാം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നമ്മുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. രണ്ടാമത്, നമ്മുടെ അനുഭവങ്ങൾ വഴി സ്നേഹവും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യവും സംഗീതവും ഒക്കെ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് മൂല്യം നൽകുന്നു. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതും ആഴമുള്ളതുമാണ്. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിയത്തില്ല. കാരണം രോഗം, നഷ്ടം, വേദന, നമ്മൾ അനുഭവിച്ച അന്യായം ഒക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ ഫ്രാങ്ക്ലിൻ പറയുന്നത് ഇതാണ്: സംഭവങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല എങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് എങ്ങനെ സമീപിക്കണം, എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള തീരുമാനം നമുക്കാണുള്ളത്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചിലർ അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെടുത്തി, ജീവിതത്തിൽ നിരാശരായി തീർന്നു. പക്ഷെ അതേസമയം ചിലർ അതേ സാഹചര്യത്തിൽ മറ്റുള്ളവരെ സഹായിച്ചു. അവരുടെ ജീവിതത്തിൽ അവസാനമായിട്ട് അവർക്ക് ലഭിച്ച ആഹാരവും അവർ മറ്റൊരാളുമായി പങ്കിട്ടു. ഇത് ഫ്രാങ്ക്ലിനെ ഒരു കാര്യത്തിൽ വിശ്വസിപ്പിച്ചു: സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്ന്. ഫ്രാങ്ക്ലിൻ നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ജീവിതം നമ്മോട് ചോദിക്കുന്നത് നിനക്ക് ജീവിതത്തിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നല്ല, മറിച്ച് ജീവിതം നമ്മോട് ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിന്നും നീ എന്താണ് നൽകുന്നത് എന്നതാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, നമ്മുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നതിലൂടെ, സ്നേഹം പങ്കുവയ്ക്കുന്നതിലൂടെ, ധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നേറുന്നതിലൂടെ, ഇതൊക്കെയാണ് ജീവിതത്തിന് നാം നൽകുന്ന മറുപടി. ഫ്രാങ്ക്ലിൻ്റെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ വേദനകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷെ ജീവിതം ഒരിക്കലും അർത്ഥമില്ലാതാകുന്നില്ല. നമ്മളതിൽ അർത്ഥം കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ ഓരോ ദിവസവും, ഓരോ അനുഭവവും പുതിയ അർത്ഥങ്ങളും നമുക്ക് ലഭിക്കുന്നു. പൗലോസ് ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവനെല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങളുണ്ടാകാം, എന്നാൽ യേശുവിൻ്റെ ക്ഷമയുടെ മാതൃക നമുക്ക് തിരഞ്ഞെടുക്കാം. ക്രൂശിൽ പോലും യേശു പറഞ്ഞ വാക്കുകൾ നമ്മെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു. യേശു പറഞ്ഞു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു തൻ്റെ വാക്കുകൾ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെ ഉദാഹരണമാണിത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയെന്നത് ന്യായം കിട്ടിയ ശേഷം മാത്രമുള്ളൊരു കാര്യമല്ല. ക്ഷമയെന്നത് ഹൃദയത്തിൻ്റെ തീരുമാനമാണ്. ജീവിതത്തിൽ അന്യായങ്ങൾ സംഭവിക്കാം, നമ്മെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷെ ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം:
നമ്മൾ ആ വേദനയെ കയ്പായി സൂക്ഷിക്കുകയാണോ? അതോ ക്ഷമയിലൂടെ നാം സ്വാതന്ത്ര്യം നേടുകയാണോ? കയ്പ് നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധിക്കും. ക്ഷമിച്ചാൽ അത് നമ്മെ ഭാവിയിലേക്ക് നയിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.